ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാനിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ സ്മരണകളുമായാണ് ഇസ്ലാമിക സമൂഹം വലിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. അതേസമയം ഒമാനിലെ പള്ളികളിലും പ്രത്യേക പെരുന്നാൾ മുസ്വല്ലകളിലും പെരുന്നാൾ നമസ്കാരവും പ്രാർത്ഥനകളും നടക്കും. പെരുന്നാൾ പ്രമാണിച്ച് രാജ്യം 5 ദിവസത്തെ അവധിയിലേക്ക് പ്രവേശിച്ചതോടെ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് സുരക്ഷിതവും സന്തോഷകരവുമായ ആഘോഷ അന്തരീക്ഷം ഉറപ്പാക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കലാവിരുന്നുകൾ, ഉല്ലാസയാത്ര എന്നിവയും നടത്തുന്നുണ്ട്. പെരുന്നാൾ ദിവസങ്ങളിൽ പൊതു സന്ദർശക കേന്ദ്രങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സന്ദർശകരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാർക്കുകളിലും ബീച്ചുകളിലും വിപുലമായ സുരക്ഷാ പ്രവർത്തന സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി. മസ്കറ്റ് ഗവർണറേറ്റിൽ പാർക്കുകളും ഗാർഡനുകളും അർദ്ധരാത്രി വരെ പ്രവർത്തിക്കും. റോഡ് ഉപയോക്താക്കൾ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബീച്ചുകളിലും എത്തുന്നവർ പരിസ്ഥിതി നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും തുറസായ സ്ഥലങ്ങളിൽ തീയിടുകയോ ബാർബിക്യൂ ചെയ്യുകയോ ചെയ്യരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് 382 തടവുകാർക്ക് മോചനം നൽകി. ഇവരിൽ പ്രവാസികളും ഉൾപ്പെടുമെന്നും ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വ്യത്യസ്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവരെയാണ് സുൽത്താൻ മോചിപ്പിച്ചത്. ബലിപെരുന്നാൾ പ്രമാണിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കും. എന്നാൽ അടിയന്തര കൗൺസിലർ സേവനങ്ങൾ ആവശ്യമുള്ളവർക്കായി പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാം. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ആവശ്യമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അടിയന്തര ഫോൺ നമ്പറുകൾ വഴി ബന്ധപ്പെടാവുന്നതാണ്. 98282270 അല്ലെങ്കിൽ 80071234 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഈദ് അവധിക്കാലത്ത് ചില ഡ്രൈവർമാരുടെയും വ്യക്തികളുടെയും അശ്രദ്ധമായ പെരുമാറ്റം അവരുടെ ജീവനും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുമെന്നും ഇത് ആഘോഷങ്ങളുടെ സന്തോഷം കെടുത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അശ്രദ്ധമായ ഡ്രൈവിംഗ്, അപകടകരമായ വാഹന സ്റ്റണ്ടുകൾ, പടക്കങ്ങളുടെ ഉപയോഗം, കുട്ടികൾ റോഡുകളിൽ കളിക്കുമ്പോഴോ മുറിച്ച് കടക്കുമ്പോഴോ ഉള്ള മേൽനോട്ടമില്ലായ്മ എന്നിവ അപകടങ്ങൾക്ക് പ്രധാന കാരണമാകും. പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിയമങ്ങൾ പാലിക്കണമെന്നും പടക്കങ്ങളുമായി ഒരു തരത്തിലും ഇടപെടരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കുട്ടികൾ കളിക്കുമ്പോഴും തെരുവുകൾ മുറിച്ച് കടക്കുമ്പോഴും അവരെ ശ്രദ്ധിക്കണം. ഡ്രൈവർമാർ വാഹനമോടിക്കുമ്പോൾ മാന്യമായി പെരുമാറുകയും അപകടകരമായ പ്രകടനങ്ങൾ ഒഴിവാക്കുകയും വേണം. സന്തോഷകരമായ അവസരം ദുഃഖകരമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്. നിയന്ത്രണങ്ങൾക്കായി റോഡുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും പോലീസിന്റെയും സുരക്ഷാ പട്രോളിംഗും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിനെ സ്വീകരിക്കാൻ വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൊഹർ വിലായത്ത് ഒരുങ്ങി. രാജകീയ വരവിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി പെരുന്നാൾ ദിവസത്തിൽ രാവിലെ ഗവർണറേറ്റിൽ വിപുലമായ ജനകീയ സ്വീകരണം സംഘടിപ്പിക്കും. ഒമാന്റെ പരമ്പരാഗത നാടോടി കലകളുടെയും സാംസ്കാരിക പരിപാടികളുടെയും പ്രകടനങ്ങൾ ഇതിന്റെ ഭാഗമായി അരങ്ങേറും. ദേശീയ പ്രൗഢിയും ഒമാന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വിളിച്ചോതുന്ന തരത്തിൽ പ്രാദേശിക നാടോടി കലാസംഘങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും നടത്തുന്ന പ്രകടനങ്ങൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. റോയൽ പ്രൊസഷൻ കടന്നുപോകുന്ന വഴികളിലും സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിന് മുന്നിലുമായി പരമ്പരാഗത കടൽ തീര കലകൾ, അൽ റസ്ഹ, അൽ അസി, അൽ ഹംബൽ തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളും അവതരിപ്പിക്കപ്പെടും. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് കേരളത്തിലേക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയിലെ വിളക്കുകളിൽ ഇടിച്ച് വിമാനത്തിന് കനത്ത കേടുപാടുകൾ സംഭവിച്ചു. മെയ് 15 രാത്രിയായിരുന്നു സംഭവമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ബോയിംഗ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. റൺവേയിൽ വെച്ച് വിളക്കുകളിൽ ഇടിച്ചതിനെ തുടർന്ന് പൈലറ്റുമാർ പെട്ടെന്ന് തന്നെ ടേക്ക് ഓഫ് നടപടികൾ റദ്ദാക്കുകയായിരുന്നു. പ്രാദേശിക സമയം രാത്രി 9:10 വിമാനം ടേക്ക് ഓഫിനായി റൺവേയിലൂടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വിമാനം റൺവേയുടെ മധ്യഭാഗത്ത് കൂടെ പോകുന്നതിന് പകരം വലതുവശത്തുള്ള എഡ്ജ് ലൈറ്ററുകൾക്ക് നേരെ നീങ്ങുകയായിരുന്നു എന്നും നിരവധി വിളക്കുകൾ ഇടിച്ച് തകർക്കുകയായിരുന്നു എന്നും അധികൃതർ പറഞ്ഞു.
ഈ സമയത്ത് കോക്പിറ്റിൽ വലിയ ശബ്ദം കേൾക്കുകയും മുന്നറിയിപ്പ് ലൈറ്റുകൾ തെളിയുകയും ചെയ്തതോടെ പൈലറ്റുമാർ ടേക്ക് ഓഫ് ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വിമാനത്തിന്റെ മുൻ ചക്രത്തിനും ഹൈഡ്രോളിക് സിസ്റ്റത്തിനും കേടുപാടുകൾ സംഭവിച്ചു. കൂടാതെ വിമാനത്തിന്റെ ടയർ പൊട്ടുകയും എഞ്ചിനിലേക്ക് പുറത്തുനിന്നുള്ള വസ്തുക്കൾ വലിച്ചെടുക്കപ്പെട്ടതിനെ തുടർന്ന് 2 എഞ്ചിനുകൾക്കും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അപകടത്തെ തുടർന്ന് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി തിരികെ ടെർമിനലിലേക്ക് മാറ്റി. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. കേടുപാടുകൾ സംഭവിച്ച വിമാനം ദിവസങ്ങളോളം മസ്കറ്റ് വിമാനത്താവളത്തിൽ തന്നെ നിർത്തിയിടേണ്ടി വന്നു. തൊട്ടടുത്ത ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസ് മറ്റൊരു വിമാനം ഏർപ്പെടുത്തിയാണ് യാത്രക്കാരെ കണ്ണൂരിലേക്ക് എത്തിച്ചത്. നിശ്ചയിച്ച സമയത്തേക്കാൾ 13 മണിക്കൂറിലധികം വൈകിയാണ് ഈ പകരം വിമാനം പുറപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് ഒമാൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒമാൻ അധികൃതരുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് സ്ഥിരീകരിച്ചു. കൂടാതെ ബാധിക്കപ്പെട്ട എല്ലാ യാത്രക്കാർക്കും ആവശ്യമായ താമസ സൗകര്യങ്ങളും പകരം വിമാന സൗകര്യവും ഒരുക്കുന്നതായും എയർലൈൻ വ്യക്തമാക്കി. വിപണി നിരീക്ഷണം ശക്തമാക്കുന്നതിനും ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ദാഖിലിയ ഗവർണറേറ്റിലെ ടയർ വിൽപ്പനശാലകൾ കേന്ദ്രീകരിച്ച് സംയുക്ത പരിശോധനാ ക്യാമ്പയിൻ ആരംഭിച്ചു. നിസ്വയിലെ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ശാഖയുമായി സഹകരിച്ച് നടത്തുന്ന ഈ ക്യാമ്പയിൻ വിപണികളിൽ ലഭ്യമായ ടയറുകൾ അംഗീകൃത സാങ്കേതിക സവിശേഷതകൾ പാലിക്കുന്നുണ്ടോ എന്നും GCC അനുമതി മുദ്രയുള്ളവയാണോ എന്നും ഉറപ്പുവരുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. നിലവാരമില്ലാത്തതോ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതോ ആയ ടയറുകളുടെ വിൽപ്പന തടയുന്നതിനും പ്രാദേശിക വിപണിയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ പരിശോധനകൾ ലക്ഷ്യമിടുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രത്യേകിച്ചും ഉയർന്ന താപനില ടയറുകളുടെ പ്രവർത്തനക്ഷമതയെ ബാധിച്ചേക്കാവുന്ന വേനൽക്കാലത്തിന് മുന്നോടിയായാണ് ഈ നടപടി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.